സർക്കാർ ജനങ്ങൾക്ക് വേണ്ടി, മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടി, ആദിവാസികൾക്ക് വേണ്ടി കാര്യമായി ഒന്നും ചെയ്യുന്നില്ല. അതിനപ്പുറത്ത് അഴിമതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ട് താനും. അതുകൊണ്ടാണ് PC ജോർജ് ഇത്ര രൂക്ഷമായി വിമർശിക്കുന്നത്. ഒപ്പം മന്ത്രിസഭയിൽ എടുക്കുന്ന തീരുമാനങ്ങൾ ബ്രീഫിങ്ങിന് മുമ്പ് മാധ്യമപ്രവർത്തകർക്ക് എത്തിച്ചു കൊടുക്കുന്ന ആളുകൾ ഇരിക്കുന്നുമുണ്ട് അവിടെ. പാവപ്പെട്ടവർക്ക് വേണ്ടിയും മാർജിനലൈസ് ചെയ്തിരിക്കുന്നവർക്ക് വേണ്ടിയും ഒക്കെയുള്ള ഒരുപാട് നടപടികൾ ഈ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. PC ജോർജിന് മറിച്ചാണ് അഭിപ്രായമെങ്കിൽ അദ്ദേഹം അത് പറയട്ടെ. PC ജോർജിനോട് ഞാൻ വ്യക്തിപരമായി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ളൊരു വാഗ്വാദത്തിന് താല്പര്യം വളരെ കുറവുള്ള ഒരാളാണ് ഞാൻ. എങ്കിൽ പോലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലേക്ക് PC ജോർജ് കാര്യങ്ങൾ എത്തിക്കുകയാണ്. PC ജോർജിന് ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് പറയേണ്ടതാണോ, പറയണമോ, പറയാൻ കഴിയുന്നതാണോ എന്നുള്ളത് PC ജോർജ് ആലോചിക്കേണ്ടതാണ്. ഇനി PC ജോർജിന് സത്യം വെളിപ്പെടുത്തിയേ അടങ്ങൂ എങ്കിൽ അദ്ദേഹത്തിന് കേരള കോൺഗ്രസ് പാർട്ടി ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ സ്വന്തം പാർട്ടി, ആ പാർട്ടിയിൽ ഒരുപാട് സത്യങ്ങൾ ഇതുപോലെ മൂടി വയ്ക്കപ്പെട്ടതുണ്ടല്ലോ. ഞങ്ങളെല്ലാം ഒരു നാട്ടുകാരാണ്. അത് ഓരോന്നോരോന്നായിട്ട് അദ്ദേഹത്തിന് ആദ്യം പുറത്തുവിടാം. കാരണം ആദ്യം സ്വന്തം വീട് നന്നാക്കണമല്ലോ. പിന്നെ മാണി സാറ് ഈ കാര്യത്തിൽ എന്താണ് പറയാനുള്ളതെന്നാണ് എനിക്കറിയാനുള്ളത്. അദ്ദേഹം ഈ കാര്യത്തിൽ എന്താണ് കോൺഗ്രസ് പാർട്ടി ഞങ്ങൾ പറഞ്ഞല്ലോ, ഇതേവരെ PC ജോർജിന് സത്യാന്വേഷണത്തെ ഒന്നും നമ്മൾ എതിർത്തിട്ടില്ല. അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ ഒരു വിശാല മനസ്സിനെയാണെന്ന് ഓർക്കണം. കാരണം ഇത് ആർക്കും അഭിപ്രായങ്ങൾ പറയാനൊരു സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുക്കുന്നൊരു പാർട്ടിയാണ്. വ്യക്തികളൊക്കെ അതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പാർട്ടി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. ഇന്നലെ മിനിങ്ങാന്ന് സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പ്രവർത്തകർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ആരുടെയും ആത്മാഭിമാനത്തെ കുത്തി നോവിക്കുന്ന രീതിയിൽ. റൈറ്റ് ജോസഫ് വാഴക്കൻ, തിരികെ എത്താം. അജിത് കുമാർ, തൻ്റെ പ്രതിപക്ഷ സ്വരത്തിന് കാരണമായി PC ജോർജ് ഇപ്പോൾ ഇവിടെ ഉന്നയിച്ച ആ കാരണങ്ങളെക്കുറിച്ച് താങ്കൾ എന്ത് കരുതുന്നു? PC ജോർജ് കുറച്ചു നാളായി സോളാർ പ്രശ്നം മുതൽ ഇങ്ങോട്ട് PC ജോർജ് പൊതുവായി ഉന്നയിച്ച അഴിമതി ആരോപണവും സോളാർ പ്രശ്നവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും ആരോപണങ്ങളൊക്കെ പൊതുസമൂഹം വളരെ ശ്രദ്ധയോടെയാണ് കേട്ടത്. പൊതുസമൂഹത്തിൻ്റെ ചിന്ത, പൊതുസമൂഹം PC ജോർജിൻ്റെ അഭിപ്രായങ്ങളെ വിലമതിക്കുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ശ്രീ PC ജോർജ് നടത്തിയിരുന്നു, അദ്ദേഹത്തിൻ്റെ ശൈലി. എന്നാൽ ഒരു മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് അദ്ദേഹം രാഷ്ട്രീയ പാർട്ടികളെ, അഴിമതിയെയല്ല, മറ്റുള്ള പ്രശ്നങ്ങളെയല്ല, സോളാർ കേസ് അല്ലെങ്കിൽ മറ്റ് സ്വർണ്ണക്കടത്ത് അതുപോലെയുള്ള വിവാദങ്ങളെയും അഴിമതികളെയൊക്കെ ആക്ഷേപിക്കുന്നതിനെ അംഗീകരിക്കുമ്പോൾ തന്നെ അദ്ദേഹം മുന്നണിക്കകത്തു നിന്നുകൊണ്ട് രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെയും രാഷ്ട്രീയ പാർട്ടികളെയും വിമർശിക്കുന്നത് ഏതുവരെ ആകാം, അതിന് ലക്ഷ്മണരേഖ വരയ്ക്കേണ്ടത് UDFും അത് പാർട്ടിയുമാണ്. ഇവിടെ PC ജോർജ് അതിൻ്റെ അഭിപ്രായങ്ങളെ കടിഞ്ഞാണിടുവാൻ കഴിയുന്ന രണ്ട് പേരാണുള്ളത്. ഒന്ന് അദ്ദേഹത്തിൻ്റെ പാർട്ടി ചെയർമാൻ ശ്രീ KM മാണി, മറ്റൊന്ന് UDFിൻ്റെ ചെയർമാൻ ശ്രീ ഉമ്മൻചാണ്ടി. ഈ രണ്ടുപേരും എന്തുകൊണ്ട് PC ജോർജിൻ്റെ അഭിപ്രായങ്ങളെ തള്ളിപ്പറയുന്നില്ല അല്ലെങ്കിൽ ഉൾക്കൊള്ളുന്നില്ല? അവർ PC ജോർജ് പറയുന്ന അഭിപ്രായങ്ങളെയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളെക്കുറിച്ചും ഈ രണ്ട് നേതാക്കന്മാരും, മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പാർട്ടി ചെയർമാനും, എന്ത് അഭിപ്രായമാണ്, അവരുടെ നിലപാടെന്താണ്, എന്തുകൊണ്ട് പുറത്ത് പറയുന്നില്ല? അത് ഏറ്റവും പ്രധാനമല്ലേ? അവർ പുറത്ത് പറഞ്ഞുകൊണ്ട് പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തെ നടപടിയെടുക്കുക, അല്ലെങ്കിൽ മുന്നണിക്കുള്ളിൽ നടപടിയെടുക്കുക, ഈ നിലയിലേക്ക് പോകാൻ എന്തുകൊണ്ട് മടിക്കുന്നു? അപ്പോൾ അവിടെയാണ് PC ജോർജിൻ്റെ അഭിപ്രായങ്ങൾക്ക് പ്രസക്തി ഉണ്ടെന്ന് വരുന്നു. PC ജോർജ് പലപ്പോഴും പറയാറുണ്ട്, എനിക്ക് പലതും പുറത്ത് പറയാനുണ്ട്, ഞാൻ അത് ഒളിച്ചുവെക്ക് തൽക്കാലം പുറത്ത് പറയുന്നില്ല, പല വെളിപ്പെടുത്തലുകൾ നടത്താനുണ്ട് എന്ന് അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്. ആ വെളിപ്പെടുത്തലുകളൊക്കെ പാർട്ടിയെയും മുന്നണിയെയും സാരമായി ബാധിക്കുന്നതാണോ, അല്ലെങ്കിൽ പാർട്ടി നേതൃത്വവും മുന്നണി നേതൃത്വവും ആ അഭിപ്രായങ്ങളെ ഭയക്കുന്നുണ്ടോ? പൊതുസമൂഹം ചർച്ച ചെയ്യുന്ന വിഷയമാണ്. അതുകൊണ്ട് PC ജോർജിനെ കടിഞ്ഞാണിടുവാൻ ബാധ്യതപ്പെട്ട അദ്ദേഹം അഭിപ്രായം പറയുന്നതിനെ എതിർക്കുന്നത് കൊണ്ട് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളെക്കുറിച്ച് കോൺഗ്രസിനും പാർട്ടിക്കും എതിരഭിപ്രായമുണ്ടെങ്കിൽ അതിനെ കടിഞ്ഞാണിടുന്നതിന്, അതിനെ നിയന്ത്രിക്കുന്നതിന് എന്തുകൊണ്ട് പാർട്ടിക്കും മുന്നണിക്കും കഴിയുന്നില്ല? റൈറ്റ്. PC ജോർജിലേക്ക് ഒരിക്കൽ കൂടി. ശ്രീ PC ജോർജ്, ഇപ്പോൾ അജിത് കുമാർ ചൂണ്ടിക്കാണിച്ചതാണ് യഥാർത്ഥ പ്രശ്നം. ഒരു മുന്നണിയിൽ നിൽക്കുക, ആ മുന്നണി നയിക്കുന്ന സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുക, അവിടെ നിന്നുകൊണ്ട് മുന്നണിയെയും സർക്കാരിനെയും മുന്നണിയുടെ ഭാഗമായ രാഷ്ട്രീയ പാർട്ടികളെയും രാഷ്ട്രീയ നേതാക്കളെയും ഒക്കെ വിമർശിക്കുക, അതാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. അതിലെ രാഷ്ട്രീയ ധാർമ്മികതയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. രണ്ടാമത്തെ പ്രശ്നം,
താങ്കൾക്ക് പുറത്തു പറയാനുണ്ട് എന്ന് താങ്കൾ ഇടയ്ക്കിടെ പറയുന്ന കാര്യങ്ങൾ ഈ മുന്നണി നേതാക്കളെ, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെയും താങ്കളുടെ പാർട്ടിയുടെ ചെയർമാനെയും ഭയപ്പെടുത്തുന്നുണ്ടോ എന്ന ചോദ്യവും വളരെ പ്രസക്തമാണ്. ആദ്യം രണ്ടാമത്തെ ഒരു ഉത്തരം പറയട്ടെ. ഒരു മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഒരു മാണി സാറിനെയും ഭയപ്പെടുന്ന ഒന്നും ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പൊ അതിന്റെ ഉത്തരവായല്ലോ, ഇനി അത് ചോദിക്കണ്ട. പിന്നെ ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം, ഞാൻ ഇവിടെ എനിക്കൊരു രാഷ്ട്രീയ കാഴ്ചപ്പാട്, ആ രാഷ്ട്രീയം എന്ന് പറഞ്ഞ് ഞാൻ പറയാറുണ്ടല്ലോ, ആ രാഷ്ട്രീയമാണ്. വാഴയ്ക്കനൂടെ പറഞ്ഞല്ലോ, ഞാൻ വാഴയ്ക്കോടുള്ള സർവ്വ ബഹുമാനത്തോട് ചോദിക്കട്ടെ, ഞാനിപ്പോ ഇന്നലെ ഇന്നുമായിട്ട് കോൺഗ്രസിലെ നേതാക്കന്മാരുണ്ടാക്കിയ വഴക്കും ബഹളവും എന്തെല്ലാം ഭയങ്കരമാണ്. ഞാൻ നിർവ്യാജ്യം ക്ഷമ ചോദിച്ച ഒരു കാര്യത്തിന് വേണ്ടി ഞാൻ നോക്കണം. അപ്പൊ അതിന് പറയുന്നത് എന്താണെന്ന് ആലോചിച്ച്, ഞാൻ ആകെ പറഞ്ഞത് എന്താ, ഞാൻ ആകെ ചെയ്ത പാപം എന്ന് പറയുന്നത്, KPCCയുടെ പ്രസിഡന്റായി സേവനം ചെയ്ത മുൻ ധനകാര്യമന്ത്രിയായിരുന്ന ഒരു കോൺഗ്രസ്സുകാരൻ, അദ്ദേഹത്തിന്റെ മരണത്തോടനുബന്ധിച്ച് 24 കൊല്ലമായിട്ട് ആരും മറന്നു കിടന്നിട്ട് ആ കുടുംബം ഒരു അനുസ്മരണ സമ്മേളനം നടത്തിയപ്പോൾ അതിന്റെ ഉദ്ഘാടകനായി പോയി പങ്കെടുത്തപ്പം 2 വാക്കാണ് കുറ്റം, വേറൊന്നും കുറ്റം പറയാൻ മനസ്സിലാക്കുന്നത്. അണ്ടൻ അടകോടൻ 2 വാക്ക് ഉപയോഗിച്ചു. ഞാൻ തന്നെ അത് പരസ്യമായിട്ട് ഞാനത് ഉപയോഗിച്ചത് കോൺഗ്രസിന്റെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ ഉദ്ദേശിച്ചുകൊണ്ടല്ല. അത് ഞാൻ വരദരാജനായിരുന്നു, ഞാൻ വലിയ മനുഷ്യന്റെ മകൻ. അത് പ്രതാപചന്ദ്രൻ ഏത് സ്ഥാനത്താണ് എന്ന് കോൺഗ്രസിൽ എന്ന് ചോദിച്ചപ്പോ ഞാനതൊരു നിർവാഹമാണെന്ന് പറഞ്ഞു. നിർവാഹം എന്ന് പറഞ്ഞ് ഞാൻ ഓർത്ത് വല്ല മണ്ഡലം കമ്മിറ്റിയാണ് സാധനമാണെന്ന് ഞാൻ വിചാരിച്ചേ. അങ്ങനെ അത് മെമ്പർഷിപ്പോൾ ഏത് മണ്ഡലം കിട്ടുന്ന അടവോടും കിട്ടുന്ന സാധനമാണോ പ്രതാപനെ പോലെ ഇത്ര സീനിയറായ കോൺഗ്രസ് നേതാവിന് എന്നാണ് ഞാൻ ചോദിച്ചത്. ഞാൻ പറഞ്ഞു KPCC എക്സിക്യൂട്ടീവ് എന്ന് ഓർത്തുകൊണ്ട് ഞാൻ പറഞ്ഞതല്ല. അത് അവിടെ നിന്ന് ആരാ അതിന്റെ അധ്യക്ഷൻ? തെന്നലച്ചേട്ടൻ, KPCCയുടെ മുൻ പ്രസിഡന്റ്, ഏറ്റവും സീനിയറായ മാന്യനായ മനുഷ്യൻ, KPCC DCCയുടെ പ്രസിഡന്റ്, അവിടെ ഇരുന്ന ഡെപ്യൂട്ടി സ്പീക്കർ. PC ഇപ്പോൾ പറഞ്ഞ വ്യക്തിപരമായ ആരോപണങ്ങൾ, ഒരാളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന കാര്യത്തിൽ ഇത്രമാത്രം കോൺഗ്രസ് നേതാക്കൾ പ്രകോപിതരാകേണ്ട കാര്യമില്ല. PC ജോർജിന്റെ പ്രതിപക്ഷ സ്വരത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ, ഇപ്പോൾ മുൻപ് അജിത് കുമാർ സൂചിപ്പിച്ചതുപോലെ സോളാർ കേസിനോടനുബന്ധിച്ചോ അല്ലെങ്കിൽ അതിനുശേഷമോ മാത്രമല്ല, അതിന് മുൻപും കുറച്ച് ചരിത്രമുണ്ട്. ഉദാഹരണത്തിന് നെല്ലിയാമ്പതിയിലെ എസ്റ്റേറ്റുകൾ സംബന്ധിച്ച കേസിന്റെ വിഷയത്തിൽ, അതുപോലെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങൾ സംബന്ധിച്ച സർക്കാർ നടപടികളുടെ കേസിന്റെ വിഷയത്തിലെല്ലാം PC ജോർജിന് പ്രതിപക്ഷ സ്വരമുണ്ടായിരുന്നു. ഈ പ്രതിപക്ഷ സ്വരത്തിന് ഉള്ള കാരണം, ആ കാരണങ്ങളെക്കുറിച്ച് KM മാണിക്കും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കും ആ കാരണങ്ങൾ അറിയാം, അല്ലെങ്കിൽ ഇരുവർക്കും അക്കാര്യത്തിൽ ഒരേ താല്പര്യങ്ങളാണ് ഉള്ളത് എന്നതുകൊണ്ടാണോ ഇവർ രണ്ടുപേരും PC ജോർജിന്റെ പരസ്യ പ്രസ്താവനകളെ വിലക്കാത്തത്? ഇതാണ് ഈ ചോദ്യമാണ് മാധ്യമപ്രവർത്തകർ ഉയർത്തി, ഇങ്ങനെ ചോദ്യമാണ് മര്യാദകളായിട്ട് മാറുന്നത്. ഞാൻ തെറ്റിദ്ധരിക്കുന്നത് ഞാൻ പറയുമ്പോൾ എന്താണെന്നറിയോ, നെല്ലിയാമ്പതി ഇഷ്യൂ ഞാൻ പറഞ്ഞത് എന്താ, നെല്ലിയാമ്പതിയിൽ ഞാൻ പോയി കാണുമ്പോൾ എൻ്റെ നാട്ടുകാരായ ഒരു മുസ്ലിം കുടുംബമാണ്, അവരുടെ 13 ഏക്കറാണ് ഒരാൾക്കുള്ളത്. അത് ക്ലിയറായിട്ട് ജെണ്ട തിരിഞ്ഞു പോയിരിക്കുന്ന സ്ഥലം, റബ്ബർ 90 കൊല്ലം പഴക്കമുള്ള റബ്ബർ വെട്ടിക്കൊണ്ടിരിക്കുന്ന സ്ഥലം, അത് മുഴുവൻ പിടിച്ചെടുക്കുന്ന ഫോറസ്റ്റുകാർ പറഞ്ഞാൽ ശരിയല്ലെന്ന് പറയാതിരിക്കാൻ എനിക്ക് പറ്റുമോ? അത് പറഞ്ഞതിനകത്ത് വേറെ എന്താ ഗൂഢാലോചന? ഒരു ഗൂഢാലോചന എനിക്കില്ല. എനിക്ക് അവർക്ക് വസ്തു കിട്ടിയാണെങ്കിൽ അവരെന്നോട് പറഞ്ഞു, എന്നോട് അത്ര സ്നേഹിക്കുന്ന ആളുകൾ, എൻ്റെ കുടുംബം പോലെ അവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ MLAക്ക് പേരുദോഷം ഉണ്ടാക്കാൻ വൃത്തികൾ പറയുകയാണ് എല്ലാവരും ഞങ്ങളുടെ ആളാന്ന് പറഞ്ഞു. ഞാൻ ആ വസ്തു വേണം പഞ്ചായത്ത് ഗവൺമെന്റ് ഞങ്ങൾ എഴുതി കൊടുത്തേക്കാന്ന് എന്നോട് പറഞ്ഞു. അത്ര മാന്യന്മാരാ അവരറിയാവോ, എനിക്ക് പേരുദോഷം ഉണ്ടാകാതിരിക്കാൻ. ഞാൻ അവരുടെ ഒന്നും ചെലവിലല്ലെന്ന് അവർക്കറിയാം. അവർക്ക് എന്നെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു, വോട്ട് തന്നാ സഹായിക്കുന്നത്. ഞാൻ അവരെ ഒന്നും കാശ് പിരിക്കാൻ പോകുന്നവനല്ല. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഉമ്മൻചാണ്ടിക്കും മാണി സാറിനും അറിയാം ഞാൻ പറഞ്ഞത് ശരിയാണെന്ന്. പക്ഷെ മന്ത്രി മര്യാദ കാണിച്ചു, ആ മര്യാദ കാണിച്ച മന്ത്രിയെ ദൈവം ചുറ്റിച്ചു, അതേ ഉള്ളൂ. അപ്പൊ ഞാൻ സത്യസന്ധമായിട്ടാണ് പോകുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറയാം, ഈ പ്രതിപക്ഷ സ്വരത്തിൽ സംസാരിച്ചു, പ്രതിപക്ഷം പോലും എനിക്ക് അനുകൂലമായിരുന്നില്ലല്ലോ, അല്ലല്ലോ. അപ്പൊ പ്രതിപക്ഷ സ്വരം എന്ന് പറഞ്ഞതിന് അർത്ഥം, അപ്പം ഇവിടുത്തെ 139 പേര് ഒരുമിച്ച് ഞാൻ മാത്രം പ്രതിപക്ഷം, എങ്ങനെയാണോ കണക്കാക്കേണ്ടത്? എന്താ അർത്ഥമുണ്ട് PC ജോർജ് നെല്ലിയാമ്പതിയിലെ 13 ഏക്കർ മാത്രമല്ല, അവിടെയുള്ള ചെറുനെല്ലി എസ്റ്റേറ്റ് പോലുള്ള 100 കണക്കിന് ഏക്കർ വിസ്തൃതിയുള്ള തോട്ടങ്ങളിലും PC ജോർജിന്റെ നിലപാട് ആ തോട്ടമുടകൾക്ക് അനുകൂലമാണ്. അല്ല, അതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റത്. ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 1/1/77 മുമ്പ് കൃഷിഭൂമിയായി പോയ തോട്ടങ്ങൾ ലീസ് പീരീഡ് കഴിഞ്ഞതാണെങ്കിൽ ഏറ്റെടുക്കണം. ലീസ് പീരീഡ് കഴിയാത്ത തോട്ടങ്ങൾ ഏറ്റെടുക്കാൻ പാടില്ല. 1/1/77 മുമ്പ് ക്വിറ്റ് അടയ്ക്കുന്നതാണെങ്കിൽ, ക്വിറ്റ് എന്ന റവന്യൂ ഭൂമിയാണ്, ആ ഭൂമി ഏറ്റെടുക്കാൻ ഗവൺമെന്റ് ഫോറസ്റ്റിന് അവകാശമില്ല. ഇപ്പോഴും ആ സ്റ്റാൻഡില്ല. സുപ്രീം കോടതി ഓടിച്ചല്ലിപ്പോ എന്ത് പറ്റി? ഇപ്പോ ഫോറസ്റ്റുകാരന്റെ സൂക്കട് തീർന്നില്ലേ? കള്ളം പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ചെന്നപ്പോ സുപ്രീം കോടതി നിന്ന് കേസ് എടുത്ത് താഴോട്ട് വലിച്ചെറിയാണ് ചെറിയ 2 ജഡ്ജിമാരും കൂടെ. ഇപ്പൊ ഹൈക്കോടതി നിന്ന് ഇപ്പൊ അടിയും കൊണ്ടിരിക്കുക മിണ്ടാതെ. എന്നിട്ട് ഇപ്പൊ
നടക്കുക